SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഇതിൽ ആദ്യം തന്നെ SFI ഉയർത്തിയിട്ടുള്ള വിമർശനം അല്ലെങ്കിൽ SFIയുടെ പ്രതിഷേധം ഈ RSS ഭാരതാംബ ചിത്രം വെച്ചുകൊണ്ടുള്ളൊരു പരിപാടി പ്രത്യേകിച്ചും കേരള സർവകലാശാലയിൽ അനുവദിക്കില്ല. പക്ഷേ ഇന്നിപ്പോൾ നിങ്ങളുടെ ഒരു പ്രതിഷേധത്തിൻ്റെ നടുവിൽ ഗവർണർ പക്ഷേ ഇവിടെ നിങ്ങളെ വെല്ലുവിളിച്ചെത്തുന്നു, അതിനുശേഷം പുറകിലത്തെ വഴിയിലൂടെ പുറത്തു പോകുന്നു. എങ്ങനെയാണ് ഈ ഒരു പ്രതിഷേധം നിലവിൽ ഇവിടെ ഇനി ആസൂത്രണം ചെയ്യുന്നത്? അല്ല, ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞു ഇവിടെ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, ഇവിടുന്ന് എവിടെയും മാറാൻ വേണ്ടി പോകുന്നില്ല. പ്രതിഷേധം ഞങ്ങൾ തുടരുകയാണ് ചെയ്യുക. ഇപ്പോൾ ഗവർണർ ഞങ്ങളോട് ഏറ്റുമുട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി അദ്ദേഹം തിരുത്താനല്ല തയ്യാറാവുന്നത്. ഏറ്റുമുട്ടലാണെങ്കിൽ ഞങ്ങൾ സ്വാഭാവികമായും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് തുടർ സമരങ്ങൾ ആസൂത്രണം ചെയ്യും. ഇതിൽ ഇന്നത്തെ ഈ പരിപാടിയിലുള്ള പ്രതിഷേധം ആദ്യം തന്നെ അറിയിച്ചത് SFI ആണ്. അതിലെങ്ങനെയാണ് കേരള സർവകലാശാലയുടെ ഭാഗത്ത് നിന്നുള്ള തുടർ നടപടി ഉണ്ടായത്? തുടർ നടപടി ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒഫീഷ്യലായി അറിഞ്ഞിട്ടില്ല. മനസ്സിലാക്കിയ കാര്യങ്ങൾ അത്തരമൊരു പരിപാടി നടത്തുന്നത് ഈ സർവകലാശാലയുടെ നിയമങ്ങൾക്ക് എതിരാണ്, സ്റ്റാറ്റ്യൂട്ടിന് എതിരാണെന്ന് അറിയിച്ചിരുന്നു. അത് ശരിയല്ല എന്ന് സെനറ്റും അതോടെ സിൻഡിക്കേറ്റും ഒക്കെ അറിയിച്ചിരുന്നു. പക്ഷേ അതും മറികടന്നാണ് ചാൻസലർ ഇത്തരം ഒരു പരിപാടി നടത്തിയിട്ടുള്ളത്. അത് ശരിയായ നിലപാടല്ല. സംഘപരിവാർ പരിപാടിയാണ്, സ്വകാര്യ പരിപാടിയാണ്. പക്ഷേ അവിടെ ഗവർണർ പങ്കെടുക്കുകയാണ്. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അവർ ഉപയോഗിച്ചത് ഈ ഭരണഘടനാ വിരുദ്ധ ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് ഉൾപ്പെടെ ഗവർണർക്ക് പോയിട്ടും അതിനെ വെല്ലുവിളിച്ചാണ് ഇവിടെ എത്തിയത് പോലും. യഥാർത്ഥത്തിൽ ഈ സ്റ്റേറ്റിൻ്റെ ഹെഡാണ് അദ്ദേഹം. കുറച്ചുകൂടി പക്വതയിൽ കാര്യങ്ങൾ ചെയ്യേണ്ട ആൾ അദ്ദേഹമാണ്. ആ അദ്ദേഹത്തിന് കൂടുതൽ പക്വതയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് കരുതുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അപക്വമായാണ്. അത് തിരുത്താൻ അദ്ദേഹത്തിന് മുന്നുള്ള ആൾ ഞങ്ങളോട് തെരുവിലായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ നിലയിൽ കൈകാര്യം ചെയ്യുന്നു. ശക്തമായ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ശരിയാണ്. തുടർന്നുള്ള സമരങ്ങൾ ഏത് രീതിയിലായിരിക്കും? ഭരണഘടന ആമുഖം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗവർണർ പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലെല്ലാം ഞങ്ങൾ സമരം സംഘടിപ്പിക്കും. അവിടെ ഈ ഭാരതാംബയുടെ ചിത്രമുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുകയും ചെയ്യും.